നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 237 237. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 12 5-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറയേണ്ടത്. താൻ ബഭാഷേ സ്വഭൂപുത്രാൻ പ്രജാസൃജത പുത്രക തന്നൈശ്ചൻ മോക്ഷധർമാണോ വാസുദേവപരായണ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, ബ്രഹ്മാവ് പ്രിയപുത്രന്മാരെ നിങ്ങൾ സന്താനങ്ങളെ ജനിപ്പിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. മോക്ഷധർമ്മത്തിൽ നിഷ്ഠയുള്ളവരും വാസുദേവനെ ശരണം പ്രാപിച്ചവരുമായ അവർ വസിക്കുന്ന ദേവൻ, തന്നിൽ വസിക്കുന്ന ദേവനായിരിക്കുന്ന ഈശ്വരനെ അവർ അതിനെ ഇഷ്ടപ്പെട്ടില്ല, അച്ഛൻ്റെ വാക്കിനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ വാക്ക് ഇഷ്ടപ്പെടാതെ കണ്ട് 2 തരത്തിലുണ്ട്. ഒന്ന്, ആധ്യാത്മിക മാർഗത്തിലുള്ളവരെ പരംപുരുഷനായിരിക്കുന്ന നാരായണനെ അന്തര്യാമിയായിരിക്കുന്ന സ്വന്തം ആത്മാവിൽ ശ്രദ്ധിച്ചാൽ അത് കുറ്റല്ല. പിന്നെ ഒന്ന്, ലൗകികതയിൽ അച്ഛൻ പറഞ്ഞത് കേൾക്കാണ്ടിരുന്നാൽ അത് മോശമാണ്. അങ്ങനെ കാര്യങ്ങൾ വക തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വാക്കാർത്ഥം ഭാവാർത്ഥം പറയുമ്പോൾ, ഹേ പുത്രന്മാരെ, നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുവിൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞതിനെ അവർ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ പരമോദ്ദേശം മോക്ഷം ഒന്ന് മാത്രമായിരുന്നു. അതിനവർ കണ്ടിരുന്ന മാർഗം വാസുദേവനെ സർവാത്മന ശരണം പ്രാപിക്കുക എന്നതായിരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. വാസുദേവനിൽ താല്പര്യം ഉണ്ടായിട്ട് വിവാഹം കഴിക്കാതെ കണ്ടിരിക്കുക, അച്ഛനമ്മമാരെ നോക്കാണ്ടിരുന്നാലും കുഴപ്പമില്ല. കാരണം ഒരാളെങ്കിലും രക്ഷപ്പെടുമല്ലോ ലോകത്തിൽ. ഇനി 6-ാമത്തെ ശ്ലോകം. സ അവധ്യാത സുതൈരേവം പ്രത്യാഖ്യാതാനുശാസനേ ക്രോധം ദുർവിഷഹം ജാതം നിയന്തും ഉപചക്രമേ. നിരാകരിക്കപ്പെട്ട ആജ്ഞയോടുകൂടിയ അച്ഛൻ്റെ, ബ്രഹ്മാവാകുന്ന പിതാവിൻ്റെ ആജ്ഞയെ നിരാകരിക്കപ്പെട്ടപ്പോൾ പുത്രന്മാർ അവമാനിക്കപ്പെട്ട അദ്ദേഹം സഹിക്കാൻ സാധിക്കാത്തതായ ക്രോധത്തെ അടക്കുവാനായിട്ട് ആരംഭിച്ചു. അതാണ് നല്ല മാർഗം. അല്ലാണ്ട് പ്രതികരിക്കരുത്. ക്രോധം വന്നാൽ അടക്കാൻ സാധിക്കണം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. സൃഷ്ടി ചെയ്യുന്നവനെന്നുള്ള ആജ്ഞയെ അനുസരിക്കാതെ ഇരിക്കയാൽ തന്നെ അവമാനിച്ച പുത്രന്മാരുടെ നേർക്ക് അസഹ്യമായ ക്രോധം ബ്രഹ്മദേവനുണ്ടായതിനെ പ്രകാശിപ്പിക്കാതെ ഉള്ളിൽ തന്നെ അടക്കുവാനായിട്ട് അദ്ദേഹം പ്രയത്നം ചെയ്തു. 7. ധിയാ നിഗൃഹ്യമാണോ അഭി ഭ്രുവോർമധ്യാത് പ്രജാപതേ സദ്യോ അജായത തന്മന്യു കുമാരോ നീലലോഹിത. ബുദ്ധി കൊണ്ട് അടക്കപ്പെട്ടുവെങ്കിലും ആ ക്രോധം ബ്രഹ്മാവിൻ്റെ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് നീലവും ചുവപ്പും കലർന്ന നിറമുള്ള പുത്രനായിട്ട് ജനിച്ചു. അതാണ് ആര്? രുദ്രഭഗവാൻ. മനസ്സിലായോ? അപ്പോൾ അടക്കിപ്പിടിച്ച ക്രോധം പുറത്ത് വരാതെ കണ്ടിരിക്കില്ല. മനസ്സിലായില്ലേ? ആ കോപത്തെ അവിടെ ഒരു ഓം എഴുതി വെക്കട്ടെ ഞാൻ. ആ കോപത്തെ ഉള്ളിലടക്കുവാൻ പരിശ്രമിച്ചുവെങ്കിലും അത് ബ്രഹ്മാവിൻ്റെ പുരുകങ്ങളുടെ നടുവിൽ നിന്ന് നീലലോഹിതവർണ്ണനായ ഒരു കുമാരനായിട്ട് പുറപ്പെട്ടു. നീലലോഹിതൻ. 8-ാമത്തത്. സവൈരുരോധദേവാനാം പൂർവജോ ഭഗവാൻ ഭവ
നാമാനി ഗുരുമേ ധാതാ സ്ഥാനാനി ച ജഗദ്ഗുരു. ജഗദ്ഗുരുവാണ് ആരെ? ബ്രഹ്മാവ്. അപ്പോൾ ദേവന്മാരുടെ പൂർവജനും ജ്ഞാനാദി ഗുണപൂർണനുമായ ആ ശിവൻ, അദ്ദേഹം ആരാണ്? പരമശിവൻ. ജ്ഞാനാദി ഗുണപൂർണനുമായ, അതാണ് ജഗദ്ഗുരു എന്ന് പറയാൻ കാരണം. അല്ലയോ ധാതാവേ, ലോകപിതാവേ, എനിക്ക് പേരുകളെയും സ്ഥാനങ്ങളും, പേരെന്നല്ല പേരുകളെയും, ഒന്നിലധികം വേണമെന്നാ, പേരുകളെയും സ്ഥാനങ്ങളെയും കൽപ്പിച്ചാലും എന്ന് രോദിച്ചു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ദേവന്മാരുടെ പൂർവജനും ജ്ഞാനാദി ഗുണസമ്പന്നനുമായ അദ്ദേഹം, ജ്ഞാനാദി ഗുണസമ്പൂർണനും അദ്ദേഹം രുദ്രനാകുന്നു. ഹേ പിതാവേ, ഹേ ജഗദ്ഗുരു, എനിക്ക് നാമങ്ങളെയും സ്ഥാനങ്ങളെയും അങ്ങ് കൽപ്പിക്കണം എന്ന് നിലവിളിച്ച് കരഞ്ഞു. അതുകൊണ്ടാണ് രുദ്രൻ എന്നു പേരുണ്ടായത് എന്ന് സൂചിപ്പിച്ചു. 9-ാമത്തെ ശ്ലോകം. ഇതി തസ്യ വചപാത്മോ ഭഗവാൻ പരിപാലയൻ അഭ്യധാത് ഭദ്രയാ വാചാമാരോധീസ്തൽ കരോമി തേ. അവൻ്റെ ഇപ്രകാരമുള്ള വാക്കിനെ പരിപാലിക്കുവാൻ വിചാരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവ് ആശ്വസിപ്പിക്കുന്ന വാക്ക് കൊണ്ട് പറഞ്ഞു, നീ കരയണ്ട, അതിനെ നിനക്ക് ആവശ്യപ്പെട്ടതിനെ നിനക്ക് കൽപ്പിച്ചു തരാം. അപ്പോൾ ശാന്തായി. പത്മത്തിൽ നിന്ന് ജനിച്ച ഭഗവാൻ ഇപ്രകാരമുള്ള വാക്ക് കേട്ടിട്ട് അതിനെ സമാധാനിപ്പിക്കുവാൻ നിശ്ചയിച്ച് അനുഗ്രഹസൂചകമായ വാക്ക് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കരയണ്ട, ആവശ്യപ്പെട്ടതിനെ സാധിപ്പിച്ചു തരാം എന്ന്. 10-ാമത്തെ ശ്ലോകം. യത് രോധീസുരശ്രേഷ്ഠ സ്വ ഉദ്യോഗ ഇവ ബാലക തതസ്ത്വാം അഭിധാസ്യന്തി നാംനാ രുദ്ര ഇതി പ്രജാം. ഹേ ദേവോത്തമ, ഭയത്തോടുകൂടിയ കുട്ടിയെന്ന പോലെ നീ രോദിച്ചുവെന്നത് യാതെന്നോ, അതുകൊണ്ട് പ്രജകൾ നിന്നെ രുദ്രൻ എന്ന നാമം കൊണ്ട് പറയും. രുദ്രൻ എന്ന നാമം കൊണ്ട്. ഹേ സുരശ്രേഷ്ഠ, ദേവന്മാരിൽ ശ്രേഷ്ഠ, ഭയപ്പെട്ടിരിക്കുന്ന ബാലകനെന്ന പോലെ നീ കരഞ്ഞത് നിമിത്തം പ്രജകൾ നിന്നെ രുദ്രൻ എന്നുള്ള നാമധേയത്താൽ വിളിക്കും. 11-ാമത്തെ ശ്ലോകം. ഹൃദ് ഇന്ദ്രിയാണ്യാം സുർവ്യോമ വായുരഗ്നിർജലം മഹി സൂര്യശ്ചന്ദ്രസ്തപശ്ചൈവ സ്ഥാനാന്യഗ്രേ കൃതാനി മേ. ഇനി സ്ഥാനങ്ങൾ വേണം നീ പറഞ്ഞില്ലേ, അത് ഏർപ്പാട് ചെയ്തു തരാം. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, വെള്ളം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ് എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ എന്നാൽ ആദിയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതൊക്കെ നമുക്ക് വാസത്തിനുള്ളതാണെന്ന് പറഞ്ഞു. അതായത് ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, തപസ്, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ. അതായത് ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, തപസ്, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ. അപ്പോൾ 11 സ്ഥാനങ്ങൾ. അതാണ് ഏകാദശ രുദ്രന്മാർ എന്ന് പറയുന്നത്. ഭാഗവതം പഠിച്ചാൽ എല്ലാം പഠിച്ച കൂട്ടത്തിലാവും. ഭാഗവതം പഠിക്കണം, വായിക്കാൻ പഠിക്കലല്ല, വായിച്ച് പഠിക്കണം അർത്ഥസഹിതം. അപ്പോൾ എന്നീ സ്ഥാനങ്ങൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ നിനക്ക് വാസസ്ഥാനങ്ങളായിട്ട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. അതായത് ഐ ഹാവ് ടേക്കൺ കെയർ ഓഫ് യുവർ നീഡ്. നീ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, എൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് നീ ആവിർഭവിച്ചതിൻ്റെ മുമ്പ് തന്നെ നിനക്കുള്ള സ്ഥാനങ്ങൾ ഞാൻ കരുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതാണ് ഒരു അച്ഛൻ്റെ ആലങ്കാരിക പ്രയോഗം. 12. മനുർമഹിനസോ മഹാൻ ശിവഋതുധ്വജ ഉഗ്രരേതാ ഭവ കാലോ വാമദേവോ ധൃതവ്രത. ഇനി നമുക്ക് പേര് വേണമെന്ന് പറഞ്ഞല്ലോ. മനു, മഹിനസൻ, മഹാൻ, ശിവൻ,
ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ, ഈ 11 നനക്കുള്ള നാമധേയങ്ങളാണ്. 11 പേര്. ഓം മന്യുവേ നമഃ, ഓം മനുവേ നമഃ, ഓം മഹിനസേ നമഃ, ഓം മഹാൻ നമഃ, ഓം ശിവായ നമഃ, ഓം ഋതുധ്വജായ നമഃ, ഓം ഉഗ്രരേതസേ നമഃ, ഓം ഭവായ നമഃ, ഓം കാലായ നമഃ, ഓം വാമദേവായ നമഃ, ഓം ധൃതവ്രതായ നമഃ. ഈ 11 നാമധേയങ്ങൾ ഉച്ചരിച്ചാലുണ്ടാവുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം കളഞ്ഞു കുളിക്കണ്ട, ആനന്ദം അനുഭവിച്ചോളൂ കേട്ടോ. ഹേ രുദ്ര, ധീ, വൃത്തി, ഉഷന, ഉമ, നിയുസ്, സർപ്പിസ്, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ, ഇവർക്ക് രുദ്രാണികൾ എന്നു പേർ. ഇവർ നിൻ്റെ പത്നിമാർ. ഈ 11 നാമധേയങ്ങളുള്ള അവസ്ഥയിൽ 11 ഇന്ദ്രാണി എന്താണെന്ന് പറയുക, രുദ്രൻ്റെ സ്ത്രീകളെ 11 പേരുകളും പറയണ്ടായി. 14-ാമത്തെ ശ്ലോകം. ഗൃഹാണീതാനി നാമാനി സ്ഥാനാനി ച സയോഷണ ഏഭി സൃജ പ്രജാബഹ്വി പ്രജാനാം അസി യത് പതി. ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും ഗ്രഹിച്ചാലും യോഷിത്തുകളോട്, അതായത് ഭാര്യമാരോട് കൂടിയവൻ ഇവരോട് ചേർന്നിട്ട് ബഹുപ്രജകളെ സൃഷ്ടിച്ചാലും യാതൊന്ന് ഹേതുവായിട്ട് പ്രജാപതിയാകുന്നു. അദ്ദേഹം ഈ 11 ആൾക്കാരാരാ? പ്രജാപതിയാണ്. ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും ഗ്രഹിച്ചു കൊള്ളുക. ഭാര്യാസമേതനായിട്ട് ബഹുപ്രജകളെ സൃഷ്ടിക്കുക. നീ പ്രജകളുടെ പതിയായി ഭവിക്കുന്നു എന്ന് എന്താണെന്നാ പറയുക, ഒരു പദവിയും കൊടുത്തു. ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും ഗ്രഹിച്ചു കൊള്ളുക. ഭാര്യാസമേതനായിട്ട് ബഹുപ്രജകളെ സൃഷ്ടിക്കുക. നീ പ്രജകളുടെ പതിയായി ഭവിക്കുന്നു എന്നൊരു ആശീർവാദം കൊടുത്തു. ഇനി 15-ാമത്തെ ശ്ലോകം. 15-ാമത്തെ ശ്ലോകം എന്താ പറയണത്? ഇത്യാദിഷ്ടസ ഗുരുണ ഭഗവാൻ നീലലോഹിത സത്വാകൃതി സ്വഭാവേന സസർജ ആത്മസമാ പ്രജാം. പിതാവിനാൽ ഇപ്രകാരം ആദേശിക്കപ്പെട്ട ഭഗവാൻ രുദ്രൻ സത്വാകൃതി സ്വഭാവേന, സത്വം, ആകൃതി, സ്വഭാവം ഇവയാൽ തന്നോട് തുല്യരായ പ്രജകളെ സൃഷ്ടിച്ചു. അതിൻ്റെ ഭാവാർത്ഥം, പൂജ്യനായ പിതാവിനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട ഭഗവാനായ രുദ്രൻ ബലം കൊണ്ടും ആകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നോട് തുല്യരായ പ്രജകളെ സൃഷ്ടിച്ചു. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ രുദ്രനെ പോലെ ബലശാലികളും നീലലോഹിത നിറമുള്ളവരും ഉഗ്രമായ സ്വഭാവത്തോടു കൂടിയവരുമായിരുന്നുവെന്ന് സാരം. 16. രുദ്രാണാം രുദ്രസൃഷ്ടാനാം സമന്താദ്ഗ്രസതാം ജഗൽ നിശമ്യ സംഖ്യശോ യുധാൻ പ്രജാപതിര ശങ്കത എന്ന് പറഞ്ഞു. അതായത് രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും ഭയങ്കരന്മാരും ലോകത്തെ 4 ഭാഗത്തും ഗ്രസിക്കുന്നവരുമാകട്ടെ സമൂഹങ്ങളെ അനേകം കണ്ടിട്ട് ബ്രഹ്മാവ് ശങ്കിച്ചു. ഇതെന്താണോ ഇത്? രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ 4 ഭാഗത്തുമുള്ള അന്യസൃഷ്ട പ്രജകളുടെ കൂടെ നശിപ്പിക്കുവാൻ തക്കവിധം ഭയങ്കര ആകൃതി സ്വഭാവമുള്ളവരായിട്ട് കാണപ്പെട്ടു. എണ്ണിയാൽ തീരാത്ത വിധം അനേകം സംഘങ്ങളായിട്ട് ലോകത്തിൽ നിറഞ്ഞു ഇവരെ കണ്ടിട്ട് ബ്രഹ്മാവ് ഇവർ അന്യസൃഷ്ടപ്രജകളെ കൂടെ നശിപ്പിക്കുമോ എന്ന് ശങ്കിച്ചു തുടങ്ങി. 17. അലം പ്രജാഭി സൃഷ്ടാഭീരീദൃശീഭി സുരോത്തമ മയാ സഹ ദഹന്ധീഭിർദിശ ചക്ഷുർഭിരുലബണേ. ഉഗ്രങ്ങളായ നേത്രങ്ങൾ കൊണ്ട് ദിക്കുകളെ എന്നോടുകൂടെ ദഹിപ്പിക്കുന്ന പ്രജകളെ കൊണ്ട് മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലയോ സുരശ്രേഷ്ഠ രുദ്ര, ഇപ്രകാരമുള്ള പ്രജകളെ വർദ്ധിപ്പിച്ചത് മതി. ഇദ്ദേഹം പറഞ്ഞു തുടങ്ങി, അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പം നിർത്താൻ പറഞ്ഞു, നിർത്തി.
സൃഷ്ടി നിർത്തുക. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഉഗ്രങ്ങളായ നോട്ടങ്ങൾ എന്നെയും ദിക്കുകളെയും ദഹിപ്പിക്കുന്നു എന്നായി. തൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് വന്ന രുദ്രനാൽ തൻ്റെ ആശംസകളാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതഗണങ്ങളെ കണ്ട് ബ്രഹ്മാവിന് തന്നെ ഇരിക്കപ്പുറത്തില്ലാതെ കണ്ടായി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 18ാമത്തെ ശ്ലോകം, തപ ആദിഷ്ടഭദ്രം ദേ സർവഭൂതസുഖാവഹം. അപ്പോൾ ശിവനോട് കുറച്ച് ദീർഘകാലം തപസ് അനുഷ്ഠിക്കാൻ പറയാം. എന്തിനു വേണ്ടിയിട്ട്? സർവഭൂതസുഖാവഹം, എല്ലാ ജീവനുള്ള ജീവാത്മാക്കൾക്കും സൗഖ്യത്തെ മംഗളത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? തപസ്സൈവ യഥാ പൂർവം സൃഷ്ടാ വിശ്വം ഇദം ഭവാൻ. അതായത് സർവപ്രാണികൾക്കും സുഖത്തെ ഉണ്ടാക്കുന്നതായ തപസ്സാചരിച്ചാലും നിനക്ക് മംഗളം. തപസ്സുകൊണ്ട് തന്നെ നീ മുമ്പത്തെ പോലെ ഈ ലോകത്തെ സൃഷ്ടിക്കും. തപസ്സുകൊണ്ട്. അതിൻ്റെ ഒരു ഭാവാർത്ഥം ഗംഭീര. സർവഭൂതങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥമായ തപസ് ആചരിച്ചു കൊടുക്കുക. അപ്പോൾ ശിവനെ ഭയപ്പെടേണ്ടതല്ല. അതെന്തോ നാട്ടിലൊരു നാട്ടുനടപ്പുണ്ട്, ശിവക്ഷേത്രങ്ങൾ അത്ര ഉന്നമനം ചെയ്യണില്ല എന്നുള്ളത്. അത് തെറ്റാണ്. അതായത് ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ദേവീക്ഷേത്രങ്ങളെ പോലെ തന്നെ മംഗളസ്വരൂപനാണ് ഭഗവാൻ. അത് നമ്മൾ മനസ്സിലാക്കണില്ല. അതായത് പറഞ്ഞു സർവഭൂതങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥമായ തപസ് ആചരിച്ചു കൊടുക്കുക. അതിനാൽ ഭഗവാന് മംഗളം ഭവിക്കും. തപസ്സിൻ്റെ മഹിമയാൽ ഭവാൻ ഈ വിശ്വത്തെ മുമ്പത്തെ പോലെ സൃഷ്ടിപ്പാൻ സാധിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടാണ് 19, തപസ്സൈവ പരം ജ്യോതിർഭഗവന്തം മതോക്ഷജം സർവഭൂതഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. സർവഭൂതഗുഹാവാസം അഞ്ജസാ വിന്ദതേ പുമാൻ. ഭാഗവതം ആനന്ദിക്കാനുള്ളതാണ്. ഭാഗവതം ഓരോ ശ്ലോകങ്ങളുടെ വാക്കാർത്ഥം ഭാവാർത്ഥം അറിയുമ്പോൾ എത്ര പ്രാവശ്യം വായിച്ചാലും മതി തോന്നില്ല. ഭാഗവതത്തിന് അങ്ങനെ ഒരു ഗരിമയുണ്ട്. പക്ഷേയോ ജ്ഞാനാദിഷൽഗുണപരിപൂർണനും പരമതേജസ്വരൂപനും സർവഭൂതങ്ങളുടെ ഗുഹയിൽ വസിക്കുന്നവനുമായ മംഗളസ്വരൂപൻ. അപ്പോൾ വാസുദേവനില്ലേ? അതുകൊണ്ട് ഈശ്വരനെ അധോക്ഷജം, ഈശ്വരൻ പുരുഷൻ വേഗത്തിൽ പ്രാപിക്കുന്നു. അതായത് ശിവനെ വേഗം തൃപ്തിപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒന്നുണ്ട്. നിങ്ങൾ വിചാരിക്കണ കൂടുതൽ അത്ര എളുപ്പമല്ല മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത്. പറഞ്ഞോ? ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? തപോമഹിമയാൽ തന്നെ പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വർത്തിക്കുന്നവനും പരംജ്യോതിസ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അഘോരജനും ജ്ഞാനവിഗ്രഹനുമായ ഈശ്വരനെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ വാസുദേവനും ശിവനും ഒക്കെ ഒന്നാന്നുള്ള ഒരു ധാരണ ഉണ്ടാവും വേണം. മൈത്രേയ ഉവാച ഇത്രത്തോളമായപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു 20ാമത്തെ ശ്ലോകം, ഏവം ആത്മഭുവ ആദിഷ്ട പരിക്രമ്യ ഗിരാം പതിം ബാഢം മിഥ്യാമുമാം മന്ത്ര്യാ വിവേശ തപസേവനം. ഇപ്രകാരം ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ടവനായിട്ട് വേദകർത്താവിനെ പ്രദക്ഷിണം ചെയ്തിട്ട് ബ്രഹ്മാവിനെ രുദ്രൻ പ്രദക്ഷിണം ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. എന്നിട്ടോ യാത്ര പറഞ്ഞിട്ട് തപസ്സിനായി കൊണ്ട് വനത്തെ പ്രവേശിച്ചു. അല്ലേ? അവിടെ ഒരു ഓം എന്നൊക്കെ എഴുതണം. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ താളം ശിവൻ്റെ താണ്ഡവത്തിലും ശിവൻ്റെ കയ്യിലുള്ള എന്താ പറയുക, ഉടുക്കുമാതിരി ഒരു സാധനം ഉണ്ടല്ലോ, ഭം ഭം ഭോലോ, അല്ലേ? അത് ആണ് ആ സപ്തസ്വരങ്ങൾ അതിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. മൈത്രേയൻ എന്താ പറഞ്ഞത്? ഇപ്രകാരം ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട രുദ്രൻ വേദകർത്താവായ ബ്രഹ്മദേവനെ പ്രദക്ഷിണം ചെയ്ത് കൽപ്പനയെ അംഗീകരിച്ച് സമ്മതം വാങ്ങിയ ശേഷം
തപസ് ചെയ്യുവാൻ വനത്തിലേക്ക് പോയി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എത്ര വലിയവനാണെങ്കിലും തന്നെ പോലെയുള്ളവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ തനിക്ക് വഴികാട്ടിയായിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയാൽ വിനയം പ്രകടിപ്പിക്കണം. മാത്രമല്ല, വന്നാൽ ഉടനെ ആ കാണുന്ന ആളെ സംബോധന ചെയ്യണം. പോവുമ്പോൾ സമ്മതം വാങ്ങിയിട്ട് പോകാനും പാടുള്ളൂ. ഇതൊക്കെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എളിമയോടുകൂടി നമ്മൾ പ്രചാരം ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്ക് മനസ്സിലാവും, അഹോ ഇയാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് എന്നുള്ളത്. ഇപ്പോൾ ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ വെറും കൈ കൊണ്ട് പോകാണ്ടിരിക്കുക, ചെന്ന ഉടനെ നമസ്കരിക്കുക, കയ്യും കാലൊക്കെ ഒന്ന് തലോടി കൊടുക്കുക, പോകുമ്പോൾ യാത്ര പറയുമ്പോൾ നമസ്കരിക്കുക, പ്രദർശനം ചെയ്തിട്ട് നമസ്കരിക്കുക, അഞ്ജലി ബന്ധം ചെയ്യുക. പറഞ്ഞ പ്രശ്നമുണ്ടോ? ആജ്ഞ വാങ്ങിയിട്ടേ പോവാവോ? അങ്ങനെയൊക്കെ ഉണ്ട്. 21ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അധാഭിധ്യായത സർഗം ദശപുത്ര പ്രജജ്ജിരേ ഭഗവൽ ശക്തിയുക്തസ്യ ലോകസന്ധാനഹേതവാ. അനന്തരം സൃഷ്ടിയെ ആലോചിക്കുന്നവനും ഭഗവൽ ശക്തിയുക്തസ്യ ഭഗവാന്റെ ശക്തിയോടുകൂടിയവനുമായ ബ്രഹ്മാവിന് ലോകവൃദ്ധിക്ക് കാരണഭൂതന്മാരായ 10 പുത്രന്മാർ ജനിച്ചു. അപ്പോൾ ആദ്യം തൻ്റെ പുരുകക്കൊടിയിൽ വന്നിട്ടുള്ള രുദ്രനാണ് ആദ്യത്തെ. അതാണ് ആദിദേവ എന്ന് പറയാൻ കാരണം. രുദ്രൻ തപസ്സിന് പോയ ശേഷം ബ്രഹ്മാവ് വീണ്ടും ലോകാഭിവൃദ്ധി എങ്ങനെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ചിന്ത ചെയ്തുകൊണ്ടിരിക്കെ ലോകരചനാ സാമർത്ഥ്യത്തെ ഭഗവാൻ ശ്രീനാരായണൻ നൽകിയിട്ടുള്ളതിൻ്റെ വൈഭവം നിമിത്തം ലോകാഭിവൃദ്ധി വരുത്തുവാൻ സമർത്ഥന്മാരായ 10 പുത്രന്മാരെ ഉണ്ടാക്കി. 22. അവരാരൊക്കെയാ? മരീചി, അത്രി, അങ്കിരസോ, പുലസ്ത്യ, പുലഹ, ക്രതു, ഭൃഗു, വസിഷ്ഠോ, ദക്ഷശ്ച ദശം അസ്തത്ര നാരദ. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ. അവരിൽ 10ാമത് നാരദൻ. ഇവരാണ് 10 പുത്രന്മാർ. മനസ്സിലായില്ലേ? ഇനി 23ഉം 24ഉം ഒപ്പം പോകും. ഉത്സംഗനാരദോ ജജ്ഞേ ദക്ഷോ അംഗഗുഷ്ടാൽ സ്വയംഭുവാ പ്രാണാദ്വശിഷ്ട സംജാതോ ഭൃഗുസ്ത്വജി കരാൽ ക്രതു പുലഹോ നാഭിദോ ജജ്ഞേ പുലസ്ത്യ കർണയോ ഋഷി അങ്കിരാമുഖതോ അഷ്ണോ അത്രിമരീജിർമനസോ അഭവത്. ഈ 10 ആളും ബ്രഹ്മാവിൻ്റെ ഓരോ സന്ധികളിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ അംഗങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതെന്താന്ന് പറയുന്നുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉത്സംഗത്തിൽ നിന്ന് നാരദനും, ഉത്സംഗ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നാണ് അർത്ഥം പറയാം. പിന്നെ അങ്കുഷ്ടം തള്ളവിരലിൽ നിന്ന്, അതായത് പെരുവിരലിൽ നിന്ന് ദക്ഷനും, പ്രാണനിൽ നിന്ന് വസിഷ്ഠനും, ത്വക്കിൽ നിന്ന് ഭൃഗുവും, കയ്യിൽ നിന്ന് ക്രതുവും, നാഭിയിൽ നിന്ന് പുലഹനും, കർണങ്ങളിൽ നിന്ന് പുലസ്ത്യൻ എന്ന ഋഷിയും, മുഖത്തിൽ നിന്ന് അങ്കിരസും, കണ്ണിൽ നിന്ന് അത്രിയും, മനസ്സിൽ നിന്ന് മരീചിയും. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ, ജനിച്ചു. അപ്പോൾ ഉത്സംഗം എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, ഞാൻ തള്ളണില്ല. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു ഇതുവരെ, അത് തെറ്റുപറ്റി. മനസ്സിൽ നിന്ന് മരീചിയും ജജ്ഞേ എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടാവും. ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉത്സംഗം എന്ന് പറഞ്ഞാൽ മടി എന്നാണ് കേട്ടോ. ഉത്സംഗ, അത് മടി. അപ്പോൾ എളുപ്പമായില്ലോ. നാരദരൻ
കാൽപ്പെരുവിരലിൽ നിന്ന് ദക്ഷനും പ്രാണനിൽ നിന്ന് വസിഷ്ഠനും ത്വക്കിൽ നിന്ന് ഭൃഗുവും കയ്യിൽ നിന്ന് ക്രതുവും നാഭിയിൽ നിന്ന് പുലഹനും കാതുകളിൽ നിന്ന് പുലസ്ത്യൻ എന്ന ഋഷിയും മുഖത്തിൽ നിന്ന് അങ്കിരസും കണ്ണുകളിൽ നിന്ന് അത്രിയും മനസ്സിൽ നിന്ന് മരീചിയും ജനിച്ചു. ഞാൻ എത്ര പ്രാവശ്യം മനസ്സിൽ നിന്നാണ് നാരദരെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, അറിയാണ്ട് പറ്റിപ്പോയി. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ തെറ്റുകൾ എനിക്ക് തിരുത്താം, മറ്റുള്ളവരുടെ തെറ്റ് എനിക്ക് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും സിൻസിയറായിട്ട് പറഞ്ഞു തരുന്നത്. 25 ധർമ്മസ്തനാദക്ഷിണതോ യത്ര നാരായണ സ്വയം അധർമ്മ പൃഷ്ഠതോ യസ്മാൻ മൃത്യുലോകഭയങ്കരാം. വലത്തെ സ്ഥലത്തിൽ നിന്ന് ധർമ്മൻ എന്ന ഋഷി ജനിച്ചു. വലത്തെ മാറിൽ നിന്ന്. യാതൊരുവനിൽ നിന്ന് സാക്ഷാൽ ശ്രീനാരായണൻ ജനിച്ചു. നാരായണ ഋഷി, ധർമ്മൻ എന്ന ഋഷി, അതിൽ നിന്ന് നാരായണ ഋഷി, സാക്ഷാൽ ശ്രീനാരായണൻ ജനിച്ചു. പിൻഭാഗത്തിൽ നിന്ന് അധർമ്മമുണ്ടായി. യാതൊരുവനിൽ നിന്ന് ലോകത്തിന് ഭയം ജനിപ്പിക്കുന്ന മരണമുണ്ടായി. അധർമ്മത്തിൽ നിന്നാണ് മരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. പിന്നെയും സൃഷ്ടിയെ തന്നെ ചിന്തിച്ച ബ്രഹ്മദേവൻ്റെ വലത്തെ സ്ഥാനത്തിൽ നിന്ന് ധർമ്മൻ എന്ന ഋഷി ജനിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് സാക്ഷാൽ ശ്രീ നാരായണ ഋഷി അവതരിച്ചത്. പൃഷ്ഠഭാഗത്തിൽ നിന്ന് അധർമ്മം ജനിച്ചു. ലോകത്തിന് ഭയത്തെ ജനിപ്പിക്കുന്ന മൃത്യുവിൻ്റെ സ്ഥാനം അധർമ്മമാകുന്നു. മനസ്സിലായോ? അപ്പോൾ ആരോടെ ഞാൻ ചോദിക്കണല്ലേ? 1-2 ആൾക്കാരുണ്ട് എനിക്ക് വളരെ പരിചയമുള്ള ആൾ, അവരോടായി എന്ന് വിചാരിക്കുക. അല്ലാത്തവരോടും അവർക്കായിട്ടും വിചാരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തത് 26. ഹൃദി കാമോ ഭ്രുവ ക്രോധോ ലോഭശ്ച അധരദശ്ചതാത് ആസ്യാദവാക്സിന്ധവോ മേഢ്രാൻ നിര്യതി പയോരകാശ്രയാ. ഹൃദയത്തിൽ നിന്ന് കാമവും, അതായത് ഈ എന്താണെന്നാ പറയുക, മരീചി അല്ലാതെ കണ്ട് ഹൃദയത്തിൽ നിന്ന് കാമം, മനസ്സെന്നല്ല കേട്ടോ, ഹൃദയത്തിൽ നിന്ന് കാമവും, പുരികങ്ങളിൽ നിന്ന് കോപവും, അതാണ് രുദ്രൻ. താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭവും, മുഖത്തിൽ നിന്ന് സരസ്വതിയും, മേഢത്തിൽ നിന്ന് സമുദ്രങ്ങളും, ബുധത്തിൽ നിന്ന് പാപത്തിന് ആശ്രയമായ നിര്യതിയും, അതായത് മരണം, നിര്യതി. ഹൃദയത്തിൽ നിന്ന് കാമം, പുരികങ്ങളിൽ നിന്ന് ക്രോധം, താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭം, മുഖത്തിൽ നിന്ന് വാഗ്ദേവതയായ സരസ്വതി, മേഢത്തിൽ നിന്ന് സമുദ്രങ്ങൾ, ബുധത്തിൽ നിന്ന് പാപത്തിൽ പ്രവർത്തിക്കുന്ന നിര്യതി എന്ന രാക്ഷസനും. നിര്യതി രാക്ഷസനാണ്. അപ്പോൾ 27 ഛായയാ കർദമോ ജജ്ഞേ ദേവഹൂത്യ പതി പ്രഭു മനസ്സോ ദേഹതശ്ചേദം ജജ്ഞേ വിശ്വഹൃദോ ജഗത്. നിഴലിൽ നിന്ന് സമർത്ഥനായ കർദമനും ജനിച്ചു. ദേവഹൂതിയുടെ ഭർത്താവ് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ദേഹത്തിൽ നിന്നും ഈ ലോകം ജനിച്ചു. മൊത്തത്തിൽ പറയാണ്. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറയണു. ബ്രഹ്മാവിൻ്റെ ശരീരഛായയിൽ നിന്ന് തപസ്സാചരിക്കുന്നതിൽ സമർത്ഥനും ദേവിയുടെ ഭർത്താവുമായ കർദമൻ ജനിച്ചു. ഇപ്രകാരം ലോകകർത്താവായ ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഈ ജഗത്ത് ഉണ്ടായി. ദേഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഈ ജഗത്ത് ഉണ്ടായി എന്ന് പറഞ്ഞു.
28-ാമത്തെ ശ്ലോകം. വാചം ദുഹിതരം തന്നീം സ്വയംഭൂർഹരതീം മന അകാമാം ചകമേക്ഷത്താ സകാമ ഇതി ന ശ്രുതം. ഹേ വിദുര, കാമത്തോടുകൂടിയ ബ്രഹ്മദേവൻ മനസ്സിനെ അപഹരിക്കുന്നവളും തന്നിൽ കാമം വയ്ക്കാത്തവളും യുവതിയും പുത്രിയുമായ വാഗ്ദേവിയെ കാമിച്ചുവെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. മുഖത്തിൽ നിന്നുത്ഭവിച്ച സുന്ദരിയായ വാഗ്ദേവത ബ്രഹ്മാവിൻ്റെ മനസ്സിനെ മോഹിപ്പിച്ചുവെന്നും ബ്രഹ്മദേവനിൽ കാമവൃത്തിയില്ലാതിരുന്ന അവളെ, വൺ വേ ട്രാഫിക്കായിപ്പോയി. സരസ്വതിക്ക് ഇങ്ങോട്ടില്ല, സരസ്വതിയോട് അങ്ങോട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബ്രഹ്മദേവനിൽ കാമവൃത്തി ഇല്ലാതിരുന്ന അവളെ ബ്രഹ്മാവ് കാമിച്ചുവെന്ന് ഹേ വിദുര ഞങ്ങൾ കേട്ടിരിക്കുന്നു. മഹാന്മാരുടെ അപരാധത്തെ പുറത്തു പറയാതിരിക്കണമെന്ന് സൂചിപ്പിക്കുവാനാണ് കേട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞത്. ഇത് വളരെ വലിയൊരു നീതിശാസ്ത്രമാണ്. കേമന്മാർ തെറ്റ് ചെയ്താൽ നമ്മൾ കൂക്കി വിളിക്കണ്ട. കാരണം എന്താ? അത് ശാസ്ത്രമര്യാദയ്ക്ക് എതിരാണ്. തല്ലാൻ അർഹതയുണ്ടെങ്കിൽ അവർ തലോടാൻ താല്പര്യമുള്ളവരായിരിക്കും. തലോടുന്നവർക്ക് തല്ലാൻ അർഹതയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മളെ തലോടാൻ കഴിവില്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറ്റം പറയാം. നമ്മളെ തലോടാൻ താല്പര്യമുള്ളവരും തലോടിയിട്ടുള്ളവരോടൊപ്പം എതിരായിട്ട് നമ്മൾ തെറ്റു പറയാൻ പാടില്ല. അത് വലിയൊരു നീതിശാസ്ത്രമാണ്. അപ്പോൾ എന്നാൽ ആ സംഗതിയെ ഇവിടെ എന്തിനായിട്ട് പറഞ്ഞു? ബ്രഹ്മാവിൻ്റെ ഇപ്പോഴത്തെ ശരീരത്തെ ഉപേക്ഷിച്ച് അന്യമായ ശരീരത്തെ സ്വീകരിച്ചിട്ടാണ് ഇനിമേലുള്ള സൃഷ്ടി എന്നാണ് ഇനി പറവാൻ പോകുന്നത്. അതായത് ആദ്യത്തെ ശരീരം ഉപേക്ഷിച്ചു, പിന്നൊരു ശരീരത്തെ സ്വീകരിച്ചു. അപ്പോൾ ശരീരത്യാഗകാരണത്തെ ഈ വിധം സൂചിപ്പിച്ചു എന്നു തന്നെയല്ല, കാമം എന്ന വൃത്തി മനസ്സിന് സമ്മോഹത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥയാണെന്ന് കാണിപ്പാൻ ഇതിലധികം നല്ലതായ ഒരു ഉദാഹരണമില്ലെന്നും സൂചിപ്പിക്കുവാൻ ഇവിടെ പറഞ്ഞതാണ്. അതൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സാണ്. കുറേ കൂടി ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ പറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവണമെങ്കിൽ അതിന് തക്കതായ ഗൗരവമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ വെറുതെ ആശംസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ വാക്ക് പാഴായി പോകാനും പാടില്ല. നിങ്ങൾ കുറേ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരാവാൻ അത്യന്തം ശ്രമിക്കന്നെ വേണം. പിന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ കർത്തൃബോധവും ഭോക്തൃബോധവും ഉണ്ടാവാതെ കണ്ടിരിക്കാൻ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ അർപ്പിച്ച് നമസ്കരിക്കണം. പൂവറക്കാൻ സമയമില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ മലരായി തീരട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമസ്കാരം. നാളെ കാണാം.